ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് സോയ ചങ്ക് വെച്ചിട്ട് അടിപൊളി റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു പിടി വെളുത്തുള്ളി, കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി, ജിഞ്ചർ ചെറിയൊരു പീസ്, പച്ചമുളക് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ, നല്ല സ്പൈസി ഉള്ളതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കുനുകുന അരിഞ്ഞത്. പിന്നെ തക്കാളി ചെറുതായത് കൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസ് ഉള്ളതാണെങ്കിൽ 1.5 പീസ് എടുത്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിന് വെള്ളം വെച്ച് സോയാശങ്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് തുളുമ്പി വരട്ടെ, എന്നിട്ടേ സോയാശങ്ക് അതിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇടയിൽ ക്യാമറ ഓഫായത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് സോയാബീൻ ഞാൻ അറിയാതെ ഇട്ടുപോയി. കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഇനി ഇടാൻ കിടക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ഇടയിൽ ക്യാമറ ഓഫായി പോയി. അപ്പോൾ ബാക്കിയില്ല, ഞാൻ 1-2 ഞാനൊരു പിടിൻ്റെ കണക്കിനാണ് 2-3 പിടി സോയാബീനാണ് എടുത്തത്. ചെറിയ സോയാബീനാണ് കേട്ടോ, വലുതല്ല, ചെറിയ സോയാബീൻ. ഇത് പെട്ടെന്നുണ്ട് വെന്ത് കിട്ടാനും കാര്യങ്ങൾക്കും. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ചെറുതാണ് ഇഷ്ടം, അപ്പോൾ ഇവിടെ ചെറുതേ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ നല്ലോണം തിളപ്പിച്ച് ഒരു 15 മിനിറ്റോളം തിളപ്പിക്കണം. പക്ഷേ ഇത് സോയാബീൻ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പിടണം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ ഇനിയൊരു ഹാക്ക് ഉണ്ട്, ഇങ്ങനെ വെച്ചാൽ തുളുമ്പൂല എന്ന് പറഞ്ഞേക്കാം, തിളച്ച് ചിന്തൂല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ആ ഹാക്ക് ട്രൈ ചെയ്തു, എനിക്കത് വർക്കായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ആയിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാനെന്തോ വീശി കൊടുത്തിട്ടെന്തോ ആണ് ഇത് താന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെയും പരീക്ഷിച്ച് നോക്കി, പിന്നെയും പക്ഷെ ഇങ്ങനെ അടങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പോസിബിളായ കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്തു, ഈ ഹാക്ക് തന്നെ പിന്നെയും എനിക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയതാണോ, എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെയും വെച്ച് നോക്കി. പക്ഷെ അത് തിളച്ച് നല്ലോണം തുളുമ്പുണ്ട്. പിന്നെ ഞാൻ ഇടയിൽ എന്തോ ബുക്ക് എടുത്ത് എന്തോ വീശി കൊടുക്കണം താവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് നമുക്കിനി ഇത് ഡ്രൈ ആക്കി എടുക്കാം. അത് ഞാൻ ഇറച്ചിക്കൊട്ടയിലിട്ട് ഊറ്റി. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ഇറച്ചിക്കൊട്ട എന്ന് പറയും. മറ്റില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. കുറച്ച് നേരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ തിരിഞ്ഞടിയിൽ ഇതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ പിന്നെ വീണ്ടും വന്ന് അത് ഊറ്റി. ഞാൻ ആദ്യം ഒന്ന് നല്ല വെള്ളത്തിലിട്ട് ഈ തിളച്ച വെള്ളം ഒഴിവാക്കി വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തു. എന്നിട്ടാണ് ഞാൻ ഇറച്ചിക്കൊട്ടയ്ക്ക് ഒഴിച്ചിട്ട് പിന്നെയും വീണ്ടും വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഞാൻ നല്ലോണം കഴുകിയിട്ടാണ് പിന്നെ പിഴിഞ്ഞത്. കാരണം എന്താ പറയുക, എന്തോ ഒരു കട്ടുണ്ട്, അത് പോകാഞ്ഞാൽ ഭയങ്കര വയറിന് പണി തരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ്. ചിലപ്പോൾ മുതലേ അങ്ങനെ പറയണത് കേട്ടിക്കണം. പിന്നെ അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടോ, എല്ലാം പിഴിയണം. അല്ലെങ്കിൽ നമ്മളങ്ങനെ എല്ലാം പിഴിഞ്ഞ് സെറ്റാക്കി എടുത്തു. ചെറിയ സോയാബീൻ ആയതുകൊണ്ട് ഇത് പിഴിയുമ്പോഴൊക്കെ അത് പീസാവുന്നുണ്ട്. വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. ഫ്രൈ ചെയ്താലും വെറുതെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഇത് വെള്ളത്തിലിട്ട് മസാല കൂട്ടി പൊരിച്ചാൽ മതിയല്ലോ. കുറച്ചും കൂടി പെട്ടെന്ന് പൊതിരാനും ബെറ്റർ ചെറിയ സോയാബീനാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ സോയാബീനാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. അപ്പം അതൊക്കെ സെറ്റായി. അപ്പം നമുക്ക് ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നമ്മളെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ബ്രെഡിലൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു, പാന് ചൂടാക്കാൻ വെച്ച് ഇടക്കിടങ്ങനെ കൈ വെച്ച് നോക്കുന്നുണ്ട് ചൂടാക്കണം. അത് അങ്ങനെ കൈ വെച്ചാൽ ചൂടാക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ പട്ടിഷോക്കും വേണ്ടി കാട്ടണം. അപ്പോൾ ചൂടായി തോന്നിയപ്പോൾ പിന്നെ വേഗം വെളിച്ചെണ്ണ ഒഴിച്ചു. വെജിറ്റബിൾ ഓയിലാണ് കുറച്ചും കൂടി ഇതിക്ക് ടേസ്റ്റ് കൂടുതൽ ആണ്. പക്ഷേ എനിക്ക് വെജിറ്റബിൾ ഓയിൽ ആണ് ഞാൻ പേഴ്സണലി എനിക്കത് താല്പര്യമില്ല. കാരണം അത് ഭയങ്കര അൺഹെൽത്തി ആയതുകൊണ്ട് ഞാനത് ഏത് റെസിപ്പീസുക്കും എനിക്ക് പേഴ്സണലി വെളിച്ചെണ്ണ, കറിവേപ്പില അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെളിച്ചെണ്ണൻ്റെ ആ ഫ്ലേവർ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു. പക്ഷെ നമ്മൾ ഈ സമയത്ത് ആദ്യം പെരിഞ്ചീരമാണ് കേട്ടോ ഇടേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു പോയതാണ് എൻ്റെ ഇടയിൽ. അപ്പോൾ വെളുത്തുള്ളി നല്ലോണം സോട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ട് നമ്മൾ അതിലേക്ക് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഒരു ചില്ലിയേ എടുത്തിട്ടുള്ളൂ, കാരണം ഇതിവിടെ മുറ്റത്തുണ്ടായ പച്ചമുളകാണ്, നല്ല സ്പൈസിയാണ്, ആ ഉണ്ടമുളകാണത്. അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ ഒന്നിട്ടത്. അപ്പം ഇനി കൂടുതൽ സ്പൈസി വേണമെന്നുള്ളവർക്ക് ഇനി അങ്ങനെയും 2-3 ഒക്കെ കേട്ടോ, അവനാൻ്റെ ഇതിനനുസരിച്ചാണ്, എരിവിനനുസരിച്ചാണ്. ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അപ്പോഴേക്കും ജസ്റ്റ് നമുക്ക്
ഇതാക്കാൻ നല്ലോണം ഇളക്കി കൊടുക്കണേ. കാരണം ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റൗ സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. പക്ഷെ ഇത് സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലാക്കി ചെയ്താൽ പെട്ടെന്ന് കരിയും, പിന്നെ ഒന്നിനും പറ്റില്ല. പ്ലസ് ഇതിൻ്റെ കൂടെ കറിവേപ്പില ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇനി വലിയ ഉള്ളി, മീഡിയം സൈസ് ഓണിയൻ, കുനുകുനാന്നരിഞ്ഞ് വെച്ച ഓണിയൻ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മളെ ശ്രദ്ധ തെറ്റാൻ പാടില്ല. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അത് വരും. എനിക്ക് പലപ്പോഴും അതുപോലത്തെ ഫാൾച്ചകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. എല്ലാവരും പറയണ ഒരു പിഞ്ചുപ്പിട്ടാൽ പെട്ടെന്ന് പാടുന്നു. അപ്പോൾ പിന്നെ ഞാനും ഇട്ടെടുത്ത് ഞാനായിട്ട് ഇപ്പോൾ എന്തിനാ പറയണം. പക്ഷെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഉപ്പിട്ട് വിചാരിച്ചത് വാടുന്നുണ്ട് എന്നുള്ളൊരു ടെൻഡൻസി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓണിയൻ നല്ലോ മൂത്ത് വരട്ടെ, ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരട്ടെ. ഇപ്പോൾ ഉള്ളി ആയാലും ഇനി നീളക്കത്തിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെറുതാക്കി അരിയാം. ചോപ്പറിലിട്ട് അരിഞ്ഞിട്ട് അതിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിങ്ങനെ ആയിട്ട് എനിക്കൊരു സുഖം കിട്ടണില്ല. ചെറുതാക്കി അരിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. സെറ്റായി വരട്ടെ. നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വരട്ടെ. അടച്ച് വെച്ച് വേവിച്ചേ വേവിക്കട്ടോ. അപ്പോൾ അതൊന്നും കത്തിയില്ല. അപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയെന്നുള്ള മൈൻഡ് വന്നത്. അപ്പോൾ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ സൈസ് ടൊമാറ്റോ 3 ചെറുതാക്കി നിങ്ങൾ നീളത്തിൽ തന്നെ അരിയണേ. മറ്റേ ശരിക്കും അരിഞ്ഞാൽ ഒരു കടി പോലെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിക്കണോ ഈ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടൊമാറ്റോ നല്ലോണം ഡ്രൈ ആയി വരട്ടെ. അതിൻ്റെ ആ പുളിപ്പും നീരൊക്കെ ഇറങ്ങി സെറ്റാവട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കണം. അതൊക്കെ സെറ്റായിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുക. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് വളരെ കുറവാണ്. ഞാൻ ചെറിയ പോർഷൻസ് ഞാൻ ഇടുന്നുള്ളൂ. ഉപ്പ് ഏറും പേടിച്ച് അത്ര കുറച്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇടുന്നത്. കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇതെന്താ ഇങ്ങനെ ഉപ്പ് ഇടണമെന്നുള്ളത്. ഉപ്പ് ഏറൂലെന്നില്ല. ഞാൻ കുറച്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഉപ്പ് ഏറിയ ആ ഫുഡ് ഒന്നിനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തു. പിന്നെ മൂളിപ്പാട്ടും പാടി അങ്ങനെ ഇരുന്നു. ഒന്ന് വാടി വരണ്ടേ. ക്ഷമ വേണം അതിനൊക്കെ. ആ സാധനം എനിക്കില്ല. ഏകദേശമൊക്കെ വാടി വരുന്നുണ്ട് തോന്നണു. അപ്പോൾ ഇനി നല്ലോണം വാടി വരട്ടെ. ഒന്ന് വേമ്പാട് തക്കാളി എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. തക്കാളിനെ കുറേ കുറ്റം പറഞ്ഞിട്ട് ഇതിന് വാടണ്ടേ. എന്താ അപ്പം തിന്നെ എന്തായാലേ തക്കാളിയൊക്കെ വാടണമെങ്കിൽ ഇത്ര സമയമൊക്കെ വേണം. എന്തതിങ്ങനെ അടിയിൽ ഫ്ലെയിം സിമ്മിലാണോ കൂട്ടിക്കണോ എന്നൊക്കെ നോക്കി. അത് സിമ്മിലാണ്, അതുകൊണ്ടാണ് ആവാത്ത. പിന്നെ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് വാടി കിട്ടിട്ടോ. ആ തക്കാളിൻ്റെ തൊലി കഴിയുമ്പോൾ നിങ്ങളുടെ വേറിടണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കാരണം അത് ഏകദേശമൊക്കെ വാടി വരാൻ തുടങ്ങിയിരിക്കണം. പക്ഷെ ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് എല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് എന്താ ഏകദേശം അങ്ങനെ തക്കാളിയൊക്കെ വാടി ഉള്ളിയൊക്കെ വാടിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറേ അപ്പം ചുട്ടും കല്ലുമ്മ ചുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. എത്തപ്പോൾ നേരം പോണ്ടത് വാടുന്നില്ല. എന്താപ്പത് ഇതൊക്കെ പെട്ടെന്ന് വാടണ വല്ല മെഷീനും കണ്ടുപിടിച്ചണം. ഇനി അതേ നടക്കുള്ളൂ. കുറേ ഉരുട്ടി വെക്കും. എന്നിട്ട് അതിൽ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത് മസാലയൊക്കെ നല്ലോണം വെന്ത് വരട്ടെ. എല്ലാം അതിലേക്ക് പിടിച്ച് വരട്ടെ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് കുറച്ചിട്ടൊരു 3 മിനിറ്റ്. പിന്നെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ സെറ്റായതിന് ശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കേട്ടോ ഞാൻ അടുത്ത മസാലപ്പൊടി ആഡ് ചെയ്യണം. അത് അങ്ങനെ ഒരുമിച്ചായാലും പ്രശ്നമില്ല. പക്ഷെ എനിക്കെന്തോ പോലെ അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം കട്ട പിടിച്ചില്ല എന്നൊക്കെ തോന്നും. പിന്നെ അതൊക്കെ എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടി ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ നല്ല സ്പൈസിയായ മുളക് പൊടി ആയതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. 3/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ വേണ്ട ഭയങ്കര സ്പൈസി ആയിട്ട് ഈ മുളക് പൊടി ഒരു ഇത്തിരി ഇട്ടാൽ മതി. അമ്മാതിരി എരിവാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ചിട്ട് എരി കുറവാണെങ്കിൽ 1.5 ടീസ്പൂൺ ആക്കാം.
നമ്മളെ ചോയ്സാണ്, നമ്മളെ സ്പൈസിനനുസരിച്ചാണ് മുളക് പൊടി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇളക്കി എല്ലായിടത്തും സെറ്റാക്കി ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. മല്ലിപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ടും ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വളരെ കുറവായിരുന്നു. ഞാൻ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിടണമെങ്കിൽ കറിവേപ്പിടാം, പുതിനയില ഇടണമെങ്കിൽ അതിടാം. ഞാൻ ഇതൊന്നും കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് ഞാൻ കളറിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ്. വളരെ കുറച്ച് 1/2 ടീസ്പൂൺ അങ്ങനെ എങ്ങാണ്ടൊക്കെ കാശ്മീരി മുളക് ഇട്ടിട്ടുള്ളൂ. എനിക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ ആക്കിയിടാം. മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുക. കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അടിയിൽ റിംഗ് ലൈറ്റ് മിന്നും പോലെ മിന്നുന്നുണ്ട്. സോയാബീൻ ഇട്ടു, നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടു. ഇനി നല്ല ഇളക്കി കൊടുക്കുക. മസാല എല്ലാ സോയാബീനുക്കും മസാല മുങ്ങുന്ന വിധത്തിൽ കുറച്ച് നേരം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി, കുറച്ച് നേരമല്ല ഒരു അധിക നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മസാലയൊക്കെ ഒന്ന് സോയാബീനിക്ക് അടുത്ത അത് വെള്ളത്തോടൊക്കെ കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ട വെച്ചാൽ നമുക്ക് ഇതിന്മേൽ തന്നെ ഇതുള്ള ഷുഗറും ഗരം മസാല ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഡ്രൈ കൺസിസ്റ്റൻസിയാണ് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി ഞാൻ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ആഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ സോയാ ചങ്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മറന്ന ചെറിയൊരു കാര്യം ഞാൻ ചെയ്യാണ്. ഫസ്റ്റ് നല്ലീരം ഒന്ന് വറുത്തിട്ട് വേണേനോ എനിക്ക് വെളുത്തുള്ളി ഇടാൻ. പക്ഷേ ഞാനത് ജസ്റ്റ് മിസ്സായപ്പോൾ ഞാനത് വേറെ ചട്ടിയിലിട്ടിട്ട് പെരുംജീരകം വറുത്തെടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുക ചെയ്തത്. അപ്പം ഇതുപോലുള്ള അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായി. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ.